1853 അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള പത്രങ്ങളിലൊന്നായ ഡെയിലി ട്രിബ്യൂണിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ലേഖനം അച്ചടിച്ചു വന്നു. അന്ന് ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിന് ലഭിച്ചേക്കാവുന്ന വലിയൊരു മുൻകരുതൽ അതിൽ ഉൾപ്പെട്ടിരുന്നു. ലോകത്തിൻ്റെ മറ്റേതൊരു കോണിലിരുന്നും ചുറ്റുമുള്ളവയെ നോക്കിക്കാണുന്ന ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ഒരുപക്ഷെ അല്പം പുച്ഛത്തോടെ വായിച്ചു തീർത്ത വരികളായിരിക്കാം അത്. ഏതൊരു യൂറോപ്യനും കണ്ടിട്ട് വളരെ നിസ്സാരമായി കാണാതെ വിട്ട ഒരു പ്രവചനമായിരുന്നു ആ വരികൾ. എന്നാൽ ആ വരികളൊന്നും 1775 മുതൽ 1783 വരെ നീണ്ടുനിന്ന വിപ്ലവത്തിനൊടുവിൽ സ്വാതന്ത്ര്യം നേടിയെടുത്ത അമേരിക്കൻ ജനതയ്ക്കോ കഴിഞ്ഞുപോയ സമയങ്ങളിലേക്ക് പിന്നിട്ട വഴികളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കി നിൽക്കുന്നവർക്കോ വെറും പ്രവചനങ്ങളോ അത്ഭുതങ്ങളോ ആയിരുന്നില്ല. പകരം അവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ വരികൾ ഇങ്ങനെയായിരുന്നു: ഒരു ദിനം അടിമയാകാൻ വിധിക്കപ്പെട്ടവർ എന്ന് നിങ്ങൾ കരുതുന്നവർ നിങ്ങൾക്കെതിരെ നിൽക്കും. അവരെ അടിച്ചമർത്താൻ വേണ്ടി നിങ്ങൾ നിയോഗിക്കുന്ന പട്ടാളം തന്നെ അതിന് തുടക്കം കുറിക്കും. ഇതായിരുന്നു ആ വരികളുടെ ഉള്ളടക്കം. ഇവിടെ നിങ്ങൾ എന്ന് ലേഖകൻ വിളിച്ചത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പിന്നീട് പുകഴ്പെറ്റ ബ്രിട്ടനെ ആയിരുന്നു. എതിർക്കാൻ ധൈര്യപ്പെട്ടവരാകട്ടെ ഇന്ത്യൻ ജനതയും ബ്രിട്ടീഷുകാർ ശിപ്പായികൾ എന്ന് വിളിച്ചിരുന്ന ബ്രിട്ടീഷ് പടയിലെ ഇന്ത്യൻ പട്ടാളക്കാരും. മനുഷ്യ അധ്വാനത്തെ മൂലധനമായി കണ്ട, പിന്നീട് ലോകത്തെ പല ഭാഗങ്ങളിലേക്കും യുവത്വങ്ങളുടെ ആവേശമായി മാറിയ ചിന്തകളുടെ തലതൊട്ടപ്പനായ കാറൽ മാക്സ് ആയിരുന്നു ആ ലേഖകൻ. ലോകത്തെ വലിയൊരു വിഭാഗത്തിൻ്റെയും മനസ്സിൽ ചാരമായി മാറിയ മാക്സിൻ്റെ ആ വരികൾ പക്ഷെ കൃത്യം 4 വർഷത്തിനിപ്പുറം 1857 ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് മുന്നിൽ പറന്നുയർന്നു. 1857 മാർച്ച് 29 ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ബരാക്പൂർ ക്യാമ്പിൽ 5ാം കമ്പനി 34ാം റെജിമെൻറ്റ് ശിപ്പായി നമ്പർ 1446 മംഗൾ പാണ്ഡെ ബ്രിട്ടൻ്റെ അധികാരത്തിൻ്റെ മേൽ ആദ്യത്തെ വെടിയുതിർത്തു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് കുറച്ചു മുന്നേ പറഞ്ഞ 1857 സംഭവങ്ങളെക്കുറിച്ചാണ്. എന്നാൽ അതിനും എത്രയോ മുൻപേ തന്നെ ഇന്ത്യൻ ജനത അവരുടെ മണ്ണിൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതികരിച്ചിരുന്നു. ചരിത്രത്തിൻ്റെ വഴികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരല്പം പിന്നിലേക്ക് പോകാം. പുരാതന കാലം മുതലേ തന്നെ ജനക്ഷേമത്തിന് പേര് കേട്ട ഒരിടം. അവരുടെ ധൈര്യവും സാഹസികതയും സൂചിപ്പിക്കാൻ പണ്ട് മഹാഭാരതത്തിൽ വ്യാസൻ എഴുതിയത് കലിംഗ സാഹസിക എന്നാണ്. ഇതിഹാസങ്ങളിൽ പോലും ധീരതയ്ക്ക് പേരെടുത്ത ആ നാടിൻ്റെ ഉറച്ച മനോഭാവങ്ങൾക്ക് പിന്നെയും ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്ത ചരിത്ര കാലഘട്ടങ്ങളിൽ അത് ചക്രവർത്തികളായാലും മറാത്തകളായാലും സുൽത്താൻമാരായാലും മുഗളന്മാരായാലും ഒന്നിലധികം ആക്രമണകാരികൾക്ക് മുന്നിൽ പലപ്പോഴും അജയ്യമായി നിന്നിരുന്ന ഒരു നാട്, കലിംഗ എന്നറിയപ്പെട്ട ആധുനിക ഭാരതത്തിൻ്റെ ഒഡീഷ. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കത്തയെ ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പതനത്തോടെ തുറന്നുകിടന്ന മദ്രാസിനോട് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അക്കാലത്ത് കലിംഗ പ്രദേശം ബംഗാളിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഇന്നത്തെ ഒഡീഷയുടെ ഭൂരിഭാഗവും വടക്കൻ ആന്ധ്രാപ്രദേശം ഉൾപ്പെടുന്ന വിവിധ പ്രാദേശിക ഭരണാധികാരികൾക്ക് കീഴിലായിരുന്നു. വിവിധ ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിലും കട്ടക്ക് ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന ഒരു മധ്യകാല ഹിന്ദു രാജവംശത്തെ നമുക്ക് ചരിത്രത്തിൽ കണ്ടെത്താൻ കഴിയും. കിഴക്കൻ ഗംഗ ഡൈനാസ്റ്റിയുടെ പിൻഗാമികളായി അധികാരത്തിൽ വന്ന ഗജപതി രാജവംശം അതിൻ്റെ പീക്ക് പോയിന്റിൽ വടക്ക് വെസ്റ്റ് ബംഗാൾ മുതൽ തെക്ക് തിരുച്ചിറപ്പള്ളി വരെ തങ്ങളുടെ സ്വാധീനം വളർത്തിയിരുന്നു. അവരുടെ കർഷക സൈന്യമായിരുന്നു പൈകകൾ.
സമാധാന കാലത്ത് കർഷകരായ അവർ യഥാസമയത്ത് നൽകുന്ന സുധീരമായ സേവനങ്ങൾക്ക് പകരമായി ഏറെ ഭൂസ്വത്തുകൾ അവർക്ക് പാട്ടമില്ലാതെ ലഭിച്ചിരുന്നു. പിന്നീട് തദ്ദേശീയരായ പല സദേൺ രാജവംശങ്ങളോടും വിട്ടുകൊടുക്കലുകൾ നടത്തേണ്ടി വന്നെങ്കിലും അത്യാവശ്യം സമാധാനപരമായിരുന്നു പൈകകളുടെ ജീവിതം. ശക്തർ എന്ന നല്ല വശത്തിനപ്പുറം തങ്ങളോടൊപ്പം പോകുന്ന ശത്രുക്കളുള്ളത് അവരെ ശരിക്കും ബുദ്ധിമുട്ടിച്ചത് 1800കളുടെ തുടക്കത്തിലായിരുന്നു. ആ സമയത്താണ് വടക്ക് നിന്ന് മറാഠകൾ അവരുടെ ശക്തമായ ആക്രമണം നടത്തുകയും കലിംഗൻ തലസ്ഥാനമായ കട്ടക് പിടിച്ചെടുക്കുകയും ചെയ്തത്. ഏറെ നാൾ അജയ്യർ എന്ന് കരുതിയിരുന്ന അതിശക്തരായ സൈന്യമുണ്ടായിരുന്ന രാജാവിന് ഈ പരാജയം ഒട്ടും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. തലസ്ഥാനം പിടിച്ചെടുത്ത മറാഠകൾ ഗജപതി രാജാവിന് മേൽ വലിയൊരു തുക നികുതിയായി അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഈ അവസരം ബ്രിട്ടീഷുകാർ നന്നായി തന്നെ ഉപയോഗിച്ചു. തങ്ങളുടെ ആധുനികമായ ആയുധങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളുടെയും മികവ് കൃത്യമായി കലിംഗ രാജാവ് മുകുന്ദദേവ് രണ്ടാമനെ ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. മറാത്തകളെ തുരത്താൻ സഹായിക്കുമെന്ന് മാത്രമായിരുന്നില്ല അവരുടെ വാഗ്ദാനം. രാജ്യത്തിനുള്ളിൽ ഒരു സ്വതന്ത്ര പാത ഉണ്ടാക്കാൻ അനുവദിക്കുകയാണെങ്കിൽ 1,00,000 രൂപ കപ്പമായി നൽകാനും ഇംഗ്ലീഷുകാർ ധാരണയിലായി. എന്നാൽ ഇത് എപ്പോഴത്തെയും പോലെ യൂറോപ്യൻ കൗശലമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ രാജ്യം വൈകിപ്പോയിരുന്നു. തദ്ദേശീയരിൽ നിന്നും മണ്ണും സമ്പത്തും എല്ലാം വെറും കച്ചവടക്കാരായി വന്ന വിദേശികൾ കൈയടക്കുന്നത് അവർക്ക് വെറുതെ നോക്കി നിൽക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ 1803 അധിനിവേശ ഇന്ത്യയിലെ ആദ്യത്തെ സായുധ വിപ്ലവം ഇംഗ്ലീഷുകാർക്കെതിരെ ഒഡീഷയിലെ ഖോർദ മേഖലയിൽ രൂപം കൊണ്ടു. പക്ഷെ വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഖോർദയിലെ യുദ്ധക്കോട്ട നശിപ്പിക്കാൻ ഇംഗ്ലീഷുകാർക്ക് സാധിച്ചു. ഏകദേശം 2000-ഓളം പൈകകളുടെ മരണത്തിനിടയാക്കിയ ആ ക്രൂരമായ അടിച്ചമർത്തൽ യുദ്ധത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത രാജ ഉപദേഷ്ടാവ് രാജ്ഗുരുവിൻ്റെ ക്രൂരമായ കൊലപാതകത്തിലൂടെയായിരുന്നു ഇംഗ്ലീഷുകാർ അവസാനിപ്പിച്ചത്. പക്ഷെ അതോടെ കലിംഗയിലെ ജനങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. പൈകയിലെ എല്ലാ സെസ് രഹിത കൃഷിഭൂമികളെയും കമ്പനി നികുതിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഉപ്പ്, മത്സ്യബന്ധനം, ആഭ്യന്തര വ്യാപാരം എന്നിവയ്ക്ക് നികുതി ചുമത്തി. വരൾച്ചയും വെള്ളപ്പൊക്കവും ഉണ്ടായിരുന്നിട്ടും കൃഷിഭൂമിയുടെ ഉയർന്ന നികുതി വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ വർഷവും അത് ഉയർത്തുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ ജനങ്ങളുടെ വിശ്വാസങ്ങളുടെയും മുകളിൽ കമ്പനി പിടിമുറുക്കാൻ മറന്നില്ല. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർക്കും ആദിവാസികൾ ശേഖരിക്കുന്ന വനവിഭവങ്ങൾക്കും കമ്പനി നികുതി ചുമത്തി. പുതിയ കറൻസിയുടെ വരവും ഒഡീഷയുടെ പരമ്പരാഗത കറൻസിയായ കൗഡിയുടെ നിരോധനവും ഭക്ഷണത്തിൻ്റെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും വില സങ്കല്പിക്കാനാവുന്നതിൻ്റെയും മുകളിൽ വർദ്ധിച്ച് സാധാരണക്കാരെ പണപ്പെരുപ്പത്തിൻ്റെ ഇരകളാക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള കമ്പനിയുടെ അഹങ്കാരത്തിനു മേൽ ആഞ്ഞടിച്ചുകൊണ്ട് 1817 ബക്സി ജഗബന്ധു വിദ്യാധരന്റെ നേതൃത്വത്തിൽ പൈകകൾ വീണ്ടും ഒഡീഷയിൽ ഒരു സായുധ വിപ്ലവം ഉയർത്തി. മണ്ണിനും വിശ്വാസങ്ങൾക്കും വിശപ്പിനും മേൽ അതിക്രമം കാണിച്ച ഇംഗ്ലീഷുകാർക്കെതിരെ ഉയർന്ന ആ വിപ്ലവ ജ്വാല ഇംഗ്ലീഷുകാർക്ക് വളരെയധികം വിനാശകരമായിരുന്നു. കൃത്യം 1 വർഷത്തിനുള്ളിൽ ഒഡീഷയുടെ തീരദേശ മണ്ണിൽ നിന്നും കമ്പനി അവർ തുടച്ചു നീക്കി. നഷ്ടമായ പൈഗൻ യോദ്ധാക്കൾക്ക് പകരമായി ഏകദേശം അത്ര തന്നെ വെള്ളക്കാരെയും ഇല്ലാതാക്കിയ പൈക യോദ്ധാക്കളുടെ വീര്യം ഇംഗ്ലീഷ് കമ്പനിയെ തിരിച്ചൊന്ന് ചെറുത്തു നിൽക്കാൻ പോലും തോന്നിപ്പിക്കാത്ത വിധം ഭയത്തിൻ്റെ ആഴക്കടലിൽ കൊണ്ടുചെന്ന് നിർത്തി. കൂടുതൽ സൈന്യം വരുന്നതുവരെ ഇംഗ്ലീഷുകാർ ജീവൻ രക്ഷിക്കാൻ പ്രദേശത്ത് നിന്ന് പലായനം ചെയ്യാനും മടിച്ചില്ല. കലാപം തുടങ്ങിവെച്ച ബക്സിയെ പിടികൂടി കലാപം അടിച്ചമർത്താൻ ശ്രമിക്കാൻ പോലും കമ്പനി പട്ടാളത്തിന് 8 വർഷമെടുത്തു. എന്നാൽ അവിടെയും ഒന്നും അവസാനിച്ചിരുന്നില്ല. കമ്പനി കലാപം അടിച്ചമർത്തും തോറും ശക്തരായ പുതിയ നേതാക്കൾ വന്നുകൊണ്ടേയിരുന്നു. 1827 തബംഗഗഡിൽ നിന്നുള്ള ദലബേഹരെ മാധവ് ചന്ദ്ര റൗത്രയും തുടർന്ന് 1836 കൃതിബാസും കൂടി വന്നതോടെ തങ്ങളുടെ അഹങ്കാരം തിരികൊളുത്തി വിട്ടത് വലിയൊരു കാട്ടുതീക്കാണെന്ന സത്യം ഇംഗ്ലീഷുകാർ മനസ്സിലാക്കി. 1836 ജൂൺ 4 മുതൽ 6 വരെ 3 ദിവസത്തേക്കെങ്കിലും രാജാവിൻ്റെ കിരീടധാരണവും സ്വന്തം ഭരണഘടനയും കൊണ്ടുവരാൻ പോലും പൈകകൾക്ക് സാധിച്ചു എന്നത് ചരിത്രം അറിയാൻ ശ്രമിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന സ്വാതന്ത്ര്യ സമര അനുഭവങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ഭരണാധികാരിയും ചരിത്രകാരനുമായ ആൻഡ്രൂ സ്റ്റിർലിംഗ് അദ്ദേഹത്തിൻ്റെ
ഒറീസ, ഇറ്റ്സ് ജിയോഗ്രഫി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹിസ്റ്ററി, റിലിജിയൻ ആൻഡ് ആൻറ്റിക്വിറ്റീസ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഒഡീഷയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒറീസയിലെ പൈകകൾ അഥവാ ലാൻഡ് മിലീഷ്യ ഏറ്റവും അഗാധമായ ക്രൂരതയും അവരുടെ തലവന്മാരുടെ ഇഷ്ടത്തോടുള്ള അന്ധമായ ഭക്തിയും സംയോജിച്ച സ്വഭാവ സവിശേഷതകളുള്ളവരാണ്. ഇതവരെ പ്രവിശ്യയിലെ ഒരു പ്രധാനവും ശക്തവുമായ ജനവിഭാഗമാക്കി മാറ്റി. 1845 വരെ നീണ്ടുനിന്ന ആ വീരസാഹസിക വിപ്ലവം പക്ഷെ കൂടുതൽ കമ്പനി പട്ടാളം വന്നതോടെ അടിച്ചമർത്തപ്പെട്ടു. പൈക്ക കലാപത്തിന് ഏകദേശം 10 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് കമ്പനിക്കെതിരെ മറ്റൊരു സായുധ വിപ്ലവമുണ്ടായി. ഇന്ത്യയിലെ അഗാധമായ കാടും മലനിരകളും ഒളിപ്പിച്ചു വെച്ച മറ്റൊരു തീപ്പൊരി, അതായിരുന്നു സാന്താൾ കലാപം. ഇപ്പോഴത്തെ ജാർഖണ്ഡിൻ്റെയും ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെയും കാടുകളും പർവ്വതങ്ങളും നിറഞ്ഞ പ്രദേശത്ത് ജീവിക്കുന്ന സത്യസന്ധതയ്ക്കും പ്രകൃതി സ്നേഹത്തിനും വിശ്വാസങ്ങൾക്കും പേരുകേട്ട ഒരു ആദിവാസി സമൂഹമാണ് സാന്താളുകൾ. മണ്ണിനോടും മലകളോടും ഇണങ്ങി ജീവിച്ച് വളരെ സാധാരണക്കാരായ അവരുടെ ജീവിതം മാറ്റിമറിച്ചത് അനുയോജ്യമായ കൃഷിഭൂമി അന്വേഷിച്ചു വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും അവർക്ക് കൂട്ടായി നിന്ന മറ്റു ഭൂപ്രമുഖന്മാരുമായിരുന്നു. തുടക്കത്തിൽ വളരെ ലളിതമായി ഇടപെട്ടുകൊണ്ട് തുടങ്ങിയ കമ്പനി തങ്ങളുടെ അത്യാഗ്രഹം മറച്ചു വെച്ചുകൊണ്ട് വ്യത്യസ്തമായ കൃഷിരീതികൾ പ്രകൃതിക്ക് കോട്ടം വരുത്താതെ സന്താളുകൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ചിരിയുടെ പിന്നണി അറിയാതെ അവർ നിശബ്ദരായി. ആ നിശബ്ദത പിന്നാലെ വന്ന പുതിയ നിയമങ്ങൾക്കും നികുതി വ്യവസ്ഥയ്ക്കും പുതിയ യജമാനന്മാർക്കും വഴിയൊരുക്കിയപ്പോൾ സന്താളുകൾ സ്വന്തം മണ്ണിൽ തന്നെ അപരിചിതരായി മാറി. വളർന്നു വന്ന ചൂഷണവും അടിമത്തവും സഹിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്ത മനുഷ്യന്മാർ അവർക്കിടയിൽ പ്രതീക്ഷയുടെ വെളിച്ചവുമായി മുന്നിലേക്ക് വന്നു. കൻഹുവും സിദ്ധുവും 12 ഗ്രാമങ്ങളിലെ ആളുകളെ ചേർത്ത ഒരു സൈന്യത്തിന് അവർ രൂപം നൽകി. കൃത്യം പറഞ്ഞാൽ 1855 ജൂൺ 30 10,000-ഓളം വരുന്ന സാന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മലയിറങ്ങി. അവരുടെ ലക്ഷ്യം ചെറുതായിരുന്നില്ല. കാടിനുള്ളിൽ തങ്ങളുടെ മുന്നിൽ വരുന്ന 1-2 കൂലിപ്പട്ടാളത്തോടായിരുന്നില്ല അവർക്ക് പ്രതികരിക്കാൻ ഉണ്ടായിരുന്നത്. കാര്യത്തോടല്ല, കാരണത്തിനോടാണ് പ്രതികരിക്കേണ്ടതെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണ സ്ഥിരാകേന്ദ്രമായ കൊൽക്കത്തയായിരുന്നു. പോകുന്ന വഴികളിലെങ്ങും പ്രതിരോധം മാത്രമായിരുന്നു അവരെ കാത്തിരുന്നത്. ഒടുവിൽ പരാജയം രുചിച്ചപ്പോഴും സാന്താളുകളുടെ അഭിമാനത്തിന് കീഴടങ്ങാനുള്ള ഒരുക്കമില്ലായിരുന്നു. അവസാനത്തെ പടയാളിയും മരിച്ചു വീഴുന്നതുവരെ അവർ ആ യുദ്ധം തുടർന്നു. ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടുവെങ്കിലും അവരുടെ ത്യാഗം ഇംഗ്ലീഷ് കമ്പനിയെ ഒരു പാഠം പഠിപ്പിച്ചു. പ്രത്യക്ഷത്തിൽ അപരിഷ്കൃതർ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ലോകത്തിൻ്റെ ദിശ അറിയാത്തവർ എന്ന് കരുതപ്പെടുമെങ്കിലും അവർ പ്രതികരിച്ചിരിക്കും എന്ന പാഠം. ആധുനികമായ ആയുധങ്ങളോ അറിവുകളോ ആരുടെയും ആത്മാഭിമാനത്തിൻ്റെയും അവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മുകളിൽ കയറി നിൽക്കാനുള്ള കാരണമായി കാണരുത് എന്ന പാഠം. കലാപം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ ആ തീ ഉണ്ടാക്കിയ ചൂട് ശമിച്ചിരുന്നില്ല. അത് പിന്നെയും പല കാലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു തന്നെ നിന്നു. ബാരക്പൂർ, ഹൂഗ്ലി നദിയിൽ നിന്നുള്ള സുഖശീതളമായ കാറ്റിൽ എപ്പോഴും സുഖകരമായി നിൽക്കുന്ന പ്രദേശം. ബംഗാളിലെ കാലാവസ്ഥ എത്ര കഠിനമായാലും ബാരക്പൂർ ശാന്തമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാകാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക താവളങ്ങളിൽ ഒന്നായിരുന്നു ബാരക്പൂരും. വർഷം 1857 മാർച്ച് ഏപ്രിൽ മാസം ആ ക്യാമ്പിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. വെള്ളക്കാരും ഇന്ത്യക്കാരും അടക്കം ക്യാമ്പിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരാണുള്ളത്. എണ്ണത്തിൽ കൂടുതൽ ഉള്ളത് ഇന്ത്യക്കാർ തന്നെയാണ്. പക്ഷേ അവരെല്ലാം തന്നെയും സാധാരണ ശിപ്പായിമാരാണ്. 1756 റോബർട്ട് ക്ലൈവ് ആരംഭിച്ച കൂലിപ്പട്ടാളം. നമ്മൾ നേരത്തെ പറഞ്ഞ അടിച്ചമർത്തലുകൾക്ക് കമ്പനി ഉപയോഗിച്ചതും ഇതേ കൂലിപ്പട്ടാളത്തെ തന്നെയാണ്. അതെ, സംശയം വേണ്ട. സ്വന്തം സഹോദരനെ തൂക്കിലേറ്റിയത് മറവിൽ നിന്നും കണ്ടെത്തി ആക്രമണം നടത്തിയത് ഭാരതത്തിൻ്റെ സ്വന്തം പുത്രന്മാർ തന്നെയായിരുന്നു. അതിലെ അതിശയോക്തി നമുക്കൊന്ന് കുറയ്ക്കാം. കൂലിപ്പട്ടാളം, ശിപ്പായി എന്നൊക്കെ വിളിക്കുമെങ്കിലും അവരിൽ നല്ലൊരു പങ്ക് ഉന്നതമെന്ന് പറയപ്പെടുന്ന കുലത്തിൽ പിറന്ന ആളുകളായിരുന്നു, പ്രത്യേകിച്ച് ബ്രാഹ്മണർ. ജാതി വ്യവസ്ഥ കൃത്യമായി നിലനിന്നിരുന്ന ഒരു കാലത്ത് അടിച്ചമർത്തപ്പെടേണ്ടവൻ അപരിഷ്കൃതനാണെങ്കിൽ
അവിടെ എന്ത് സാഹോദര്യമാണ് ഉണ്ടാവുക? ഓക്കെ, നമുക്ക് ആ ക്യാമ്പിലേക്കൊന്ന് വരാം. ഉന്നത പദവിയിലെ എല്ലാവരും വെള്ളക്കാരാണ്. അവിടെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് അസാധാരണമായ ഒരു യോഗം നടക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് അമർഷം മാത്രമാണ്. അതിനൊരു കാരണമുണ്ടായിരുന്നു. അന്നേ ദിവസം രാവിലെ ഉണ്ടായ ഒരു സംഭവം. പട്ടാള ക്യാമ്പിൽ മേൽജാതിക്കാർക്കുള്ള കിണറ്റിൽ നിന്നും ഒരു താഴ്ന്ന ജാതിക്കാരൻ ശിപ്പായി വെള്ളം കോരുന്നു. അയാളെ ആക്രമിക്കാൻ തയ്യാറായ ബ്രാഹ്മണ ശിപ്പായികൾ നേരിട്ട മറുപടിയായിരുന്നു അവരുടെ മുഖത്ത് കണ്ട അമർഷത്തിന് കാരണം. ആ മറുപടി ഇങ്ങനെയായിരുന്നു: ഗോമാതാവിൻ്റെ കൊഴുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് ഇനി വരാനിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നതോടെ നിങ്ങൾ ആഘോഷിക്കുന്ന നിങ്ങളുടെ ജാതി പെരുമ തകർന്ന് തരിപ്പണമാകും. നിങ്ങളുടെ കുലത്തിൽ നിന്ന് മാത്രമല്ല, കുടുംബത്തിൽ നിന്ന് പോലും നിങ്ങളെ പുറത്താക്കും. എന്നെ ഇപ്പോൾ നിങ്ങൾക്ക് തല്ലാൻ പറ്റും, പക്ഷേ നാളെ ഞാനും നിങ്ങളും ഒന്നായി മാറും. അതിന് കാരണക്കാരനായ ആരെയും നിങ്ങൾക്കൊന്ന് തൊടാൻ പോലും ആകില്ല. അതെ, അയാൾ പറഞ്ഞത് ശരിയാണ്. മുന്നിൽ നിൽക്കുന്ന അശക്തനെ തല്ലി വലിയവനാകാം, പക്ഷെ ശരിക്കും ശക്തിയുള്ളവൻ വന്നാലോ മിണ്ടാതെ അനുസരിക്കേണ്ടി വരും. പക്ഷെ രാവിലെ കേട്ട കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല. ആ രാത്രി ഇരുട്ടി വെളുത്തു. പരേഡ് മൈതാനം ശാന്തമാണ്. പക്ഷെ വളരെ പതുക്കെ തന്നെ അവിടെ കാര്യങ്ങൾ അസ്വാഭാവികമായി മാറി. അച്ചടക്ക ലംഘനം പതിവില്ലാത്ത രണ്ടാം കിട സൈനികർക്കിടയിലെ ഒരുവൻ അന്ന് ആദ്യമായി വെള്ളക്കാരുടെ നടപടികൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. മംഗൾ പാണ്ഡെ.